അച്ഛനെ യാത്രയാക്കിയ ശേഷം ഹുഷു തിരികെ വന്ന് ഷിയുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അച്ഛൻ പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നതും അവരെ ഒരുമിച്ച് കാണുന്നതും വരെയായിരുന്നു നമ്മൾ കണ്ടത്. മുമ്പ് ഷിയുവിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ അവൻ എന്തോ കോൺട്രാക്റ്റ് എടുക്കാൻ വന്നതാണെന്നാണല്ലോ അച്ഛനോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കളിയാക്കുന്ന വിധത്തിൽ ഇപ്പോഴും എന്തെങ്കിലും എഗ്രിമെൻ്റ് എടുക്കാൻ വേണ്ടി വന്നതാണോ എന്ന് അച്ഛൻ അവനോട് ചോദിക്കുന്നുണ്ട്. ഷിയു എന്തോ കള്ളം പറയാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഹുഷു എല്ലാം തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ അവനോട് മുകളിലേക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളാൻ പറഞ്ഞ് അവനെ അവിടെ നിന്ന് അയക്കുന്നു. അതിനുശേഷം അച്ഛനുമായി സംസാരിക്കുന്നുണ്ട്. അച്ഛനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അവർ തമ്മിൽ ഡേറ്റിങ്ങിലാണ്, അതുകൊണ്ടാണ് ഒരുമിച്ച് താമസിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വിവാഹം മുടങ്ങിയിട്ട് അധിക സമയം ആവുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലായത് എന്തിനാണ്? ഇവനെ വിശ്വസിക്കാൻ കൊള്ളാമോ അതോ മുമ്പത്തെ പോലെയാണോ എന്നൊക്കെ ചോദിച്ച് ആദ്യമേ തന്നെ അച്ഛൻ അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. ഞങ്ങൾ റിലേഷൻഷിപ്പിലൊന്നുമല്ല, അതെൻ്റെ വാടകക്കാരനാണ്, ഞങ്ങളിവിടെ ഷെയർ ചെയ്ത് താമസിക്കുകയാണ് എന്ന് അവൾ പറയുന്നു. മാത്രമല്ല താൻ പഴയ ജോലി റിസൈൻ ചെയ്ത കാര്യവും അവളിപ്പോൾ അച്ഛനോട് തുറന്ന് പറയുന്നുണ്ട്. ജോലിയില്ലാത്തതിനാൽ മറ്റു വരുമാന മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ റൂം റെൻറ്റിന് കൊടുക്കേണ്ടി വന്നത്. ഇവിടെ വന്ന് താമസിക്കേണ്ട ആവശ്യം അവനില്ല, അത് ശരിക്കും തൻ്റെ ഇപ്പോഴത്തെ ബോസാണ് എന്ന് കൂടി അവൾ പറയുന്നുണ്ട്. അതൊക്കെ അച്ഛൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ ഡൈനാമിസത്തിൻ്റെ ഫൗണ്ടറാണ് എന്നും ഇപ്പോൾ താൻ ജോലി ചെയ്യുന്നത് ആർക്കിടെക്ട് ഫീൽഡിൽ അസിസ്റ്റൻറ്റ് ഡിസൈനറായിട്ടാണ് എന്നുമൊക്കെ ഹുഷു പറയുന്നത്. അത് കേട്ടതോടെ അച്ഛൻ ആകെ വയലൻ്റ് ആവുന്നു. നിനക്ക് മുമ്പത്തെ ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ടും അത് ഇഷ്ടമല്ലാതിരുന്നതുകൊണ്ടും ജോലി റിസൈൻ ചെയ്തത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ ബയോഡേറ്റ ഉപയോഗിച്ച് നിനക്ക് മറ്റേതെങ്കിലും നല്ല കമ്പനിയിൽ ഉറപ്പായും ജോലി ലഭിക്കുമായിരുന്നു. എന്നിട്ടും അതിന് ശ്രമിക്കാതെ നീ എന്തിനാണ് നിൻ്റെ കരിയർ ചേഞ്ച് ആക്കിയത്? വീണ്ടും ആർക്കിടെക്ട് ഫീൽഡിലേക്ക് വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നത്. എനിക്ക് ആ ഫീൽഡാണ് ഇഷ്ടം എന്ന് ഹുഷു പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. മുമ്പ് കോളേജിൽ പഠനം കഴിഞ്ഞ സമയത്തും നീ ഇത് തന്നെയാണ് പറഞ്ഞത്. ആർക്കിടെക്ചർ പഠിക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് നീ വാശി പിടിച്ചപ്പോഴും എനിക്കതിനോടൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എൻ്റെ ഈ നശിച്ച കാല് കാരണം നിനക്കന്ന് വിദേശത്തേക്ക് ഇത് പഠിക്കാൻ പോകാൻ പറ്റാതെ ആയിപ്പോയി. പക്ഷെ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്കന്ന് തോന്നിയത്. നീ ആ ആഗ്രഹം കളഞ്ഞിട്ട് മറ്റൊരു ജോലിക്ക് കയറിയപ്പോൾ നീ അത് മറന്നു കാണുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എന്നിട്ട് നീ പിന്നെയും അതിലേക്ക് തന്നെ വന്നേതോ എന്നൊക്കെ ചോദിച്ച് അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് ഹുഷുവിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. 3 വർഷം മുമ്പ് അച്ഛൻ്റെ കാലിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ ആ കരിയർ വേണ്ടെന്ന് വെച്ചെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ഒട്ടും ആഗ്രഹമുണ്ടായിട്ടല്ല അങ്ങനെ ചെയ്തത്. അന്ന് അച്ഛനെ നോക്കാൻ വേണ്ടി എൻ്റെ കരിയർ ഉപേക്ഷിച്ച് ഇവിടെ തങ്ങേണ്ടി വന്നതിൽ എനിക്ക് ഇപ്പോഴും ദുഃഖമൊന്നുമില്ല. പക്ഷേ ഒരു ആർക്കിടെക്റ്റ് ആവാൻ കഴിയാതെ പോയതിൻ്റെ വിഷമം എനിക്ക് എന്നുമുണ്ട്. എൻ്റെ ആ വിഷമത്തെ ഒരു അനുഗ്രഹം പോലെയാണെന്ന് പറയാൻ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചോദിച്ച് അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. ഷിയു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം ഡോറിൻ്റെ അടുത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഹുഷുവിൻ്റെ കരിയറിൽ എന്താണ് സംഭവിച്ചതെന്ന് അവനിപ്പോൾ വ്യക്തമായി മനസ്സിലാവുന്നു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോൾ അവളുടെ അച്ഛനോട് സംസാരിക്കുന്നതിന് വേണ്ടി അവൻ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിലും അവനെ കണ്ടപ്പോൾ അവളോടും കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അദ്ദേഹം അപ്പോൾ തന്നെ പോകാൻ തുടങ്ങുന്നു. ഷിയു എന്തോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ പോലും അദ്ദേഹം നിൽക്കുന്നില്ല. താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുന്ന കൂട്ടത്തിൽ അവിടുന്ന് ചെറുപ്പത്തിൽ മാറി താമസിക്കാനുള്ള കാരണത്തെ പറ്റിയൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിന് സുഖമില്ലാതായതിനു ശേഷമാണ് ദിവസവും ഈ പടികൾ കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറി താമസിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അന്ന് ഹുഷുവിന് അങ്ങനെ അവിടെ നിന്ന് മാറിപ്പോകുന്നതിനോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവിടെ തന്നെ താമസിക്കാൻ പറ്റുമോ, അച്ഛനെ താഴേക്ക് ഇറങ്ങാനും മുകളിലേക്ക് കയറാനുമൊക്കെ ഞാൻ സഹായിക്കാം എന്നൊക്കെ അവൾ പോകാൻ തുടങ്ങുന്ന സമയത്തും അച്ഛനോട് ചോദിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ കാലിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം മാനസികമായും ആകെ തളർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതെന്ന് അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് മനസ്സിലാ മനസ്സോടെ ഹുഷുവിന് അവിടെ വിട്ടു പോവേണ്ടി വന്നത്. പിന്നെ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹോസ്റ്റലിൽ സൗകര്യം പോരാ, രാത്രി ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, അതിന് മുമ്പേ ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓർഡർ വരും എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവൾ തനിച്ച് ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയത്. അന്നും അച്ഛന് അതിനോടത്ര അനുകൂലമായിരുന്നില്ല. പക്ഷെ അമ്മയുടെ നിർബന്ധം കാരണം അച്ഛൻ അതിന് സമ്മതിക്കുകയായിരുന്നു. പിന്നീട് അവൾ അവിടെ താമസിക്കുന്ന സമയത്ത് തന്നെയാണ് അവൾ മറ്റേ കമ്പനിയിൽ ജോലിക്ക് കയറുന്നതും. ആ സമയത്തൊക്കെ അവരിടയ്ക്കിടെ അവളെ വന്ന് കാണുമായിരുന്നു. ഇതൊക്കെ തിരികെ പോകുന്ന സമയത്ത് അച്ഛൻ ഓർക്കുന്നുണ്ട്. അച്ഛൻ പോയ ശേഷവും ഹുഷു അവിടെ തന്നെ നിന്ന് കരയുകയാണ്. ഷിയു അവളെ സമാധാനിപ്പിക്കാനായി അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. അവളുടെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. അവൻ പുറത്തെവിടെ പോയിട്ട് തിരികെ വന്നപ്പോഴും അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കഴിക്കാനായി വാങ്ങിവെച്ച ഭക്ഷണവും അവൾ വാങ്ങിച്ച റോസും ആ ഉള്ളിയും എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അവളുടെ ഡോറിൽ മുട്ടിയിട്ട് ആ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ വാതിൽ തുറക്കുന്നില്ല. അവളെ പുറത്തിറക്കുന്നതിന് വേണ്ടി അവൻ ആ ചെറിയ ഉള്ളിയെല്ലാം കൂടി തട്ടി താഴെ ഇട്ടിട്ട് അതെല്ലാം നിലത്ത് വീണോ, അത് പെറുക്കി വെക്കാനായി നീ വരുന്നില്ലേ എന്ന് അവളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ മുറിയിൽ നിന്ന് ഒരനക്കവുമില്ല. അവസാനം അവൻ തന്നെ അതെല്ലാം പെറുക്കി വെക്കുന്നു. അവൾ നേരത്തെ വാങ്ങി വെച്ച റോസ് വാടിപ്പോവാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് അവൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോണിൽ വീഡിയോ നോക്കിയിട്ട് ആ ഉള്ളി എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി അവൻ അതേപോലെ ചെയ്തു വയ്ക്കുന്നു. അതൊക്കെ ചെയ്ത് കുറേ സമയം കൂടി വെയിറ്റ് ചെയ്തിട്ടും ഹുഷു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല. അങ്ങനെ അവൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു.
ആദ്യം ആരാണ് വിളിക്കുന്നതെന്ന് പോലും നോക്കാതെ അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ വീണ്ടും വിളിച്ചപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നു. മുകളിലത്തെ മുറിയിലെ വാഷ് ബേസിനിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് അന്ന് ചെക്ക് ചെയ്യാൻ അവൻ അവളോട് ആവശ്യപ്പെടുന്നു. അവിടെ സ്പെയർ പൈപ്പ് ഇരിപ്പുണ്ട്. അവൻ തന്നെ ശരിയാക്കാൻ അവൾ പറയുന്നുണ്ടെങ്കിലും എൻ്റെ കൈക്ക് വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിയിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ആദ്യം ഹൂഷ ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും അവസാനം അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അവൾ ചെല്ലുമ്പോൾ ഹാളിൽ അവനുണ്ടായിരുന്നില്ല. അവിടെ പൂക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും ഉള്ളിൽ നട്ട് വെച്ചിരിക്കുന്നതും ഒക്കെ അവൾ കാണുന്നുണ്ട്. ടൂൾസും എടുത്തുകൊണ്ട് അവൾ മുകളിലേക്ക് ചെല്ലുന്നു. അവളെ വെയിറ്റ് ചെയ്ത് അവൻ ഡോറിനടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞിടയ്ക്കല്ലേ നമ്മളെ പൈപ്പ് മാറിയത്, എന്നിട്ട് പിന്നെയും അത് ചീത്തയായെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ പോയി അത് ചെക്ക് ചെയ്തത്. ശരിക്കും അവൻ പറഞ്ഞതുപോലെ അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നീ എന്നെ ട്രിക്കിലാക്കിയതാണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു തറ നമ്പർ ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഡിസൈൻ കോമ്പറ്റീഷൻ നടക്കുന്നത് വരെ നീ ഇങ്ങനെ മുറിക്കകത്ത് ചുണ്ടോടിയിരുന്നേനെ, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നതെന്ന് അവൻ പറയുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതിന് മുമ്പ് തന്നെ ഞാൻ റെഡി ആയേനെ. എന്തായാലും നീ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, എൻ്റെ ജോലി ചേഞ്ച് ആക്കിയ കാര്യം അച്ഛനോടും അമ്മയോടും ഇതുവരെ പറയാതിരുന്നത് ഒരു ടൈം ബോംബ് കൂടെ കൊണ്ടു നടക്കുന്നതിന് തുല്യമായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നീ തന്നെ അത് പൊട്ടിച്ചെല്ലാം, എന്നിട്ട് നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോഴത്തെ ഈ പ്രശ്നമൊക്കെ മറക്കാൻ പറ്റിയൊരു ഐഡിയ ഞാൻ തന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവൻ എന്തോ എടുക്കാനായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ തല റൂഫിലിരിക്കുന്നു. അവന് നന്നായി വേദനിക്കുന്നുണ്ട്. നിനക്ക് എന്നെക്കാൾ ഹൈറ്റ് കൂടുതലുള്ളതിനാൽ ശ്രദ്ധിക്കണമെന്ന് അവൾ പറയുന്നു. ഡിസൈൻ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഡിസൈനിൻ്റെ പണികൾ നടത്തുന്നതായിരുന്നു അവളുടെ ശ്രദ്ധ മാറ്റാനായി ഷിയു കണ്ടെത്തിയ പോംവഴി. ഓഷുവിന് ആ സമയത്ത് ചെയ്യാൻ അത്ര താല്പര്യമില്ലായിരുന്നെങ്കിലും ഇപ്പോൾ മനസ്സ് ഫ്രീ ആക്കുന്നതിന് ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നതിനാൽ അവൾ അവൻ്റെ ഒപ്പം ഇരുന്ന് വരയ്ക്കാൻ തുടങ്ങുന്നു. അവൻ കൂടെ നിന്ന് ഓരോ ഡയറക്ഷനൊക്കെ നൽകുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴോ അവൻ അവളുടെ അടുത്തിരുന്ന് മയങ്ങിപ്പോകുന്നു. ഉണർന്നു കഴിഞ്ഞപ്പോൾ നേരം വൈകിയിരുന്നു. അവളൊരു ഷീറ്റൊക്കെ എടുത്ത് അവനെ പുതുപ്പിച്ചിട്ട് ഇവിടെ പോയിരുന്നു. ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവൾ പോയത്. അങ്ങനെ അവൻ അവളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന അവൾ ബാൽക്കണിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ മൂഡ് ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞിരുന്നു. ഞാൻ നന്നായി ആലോചിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് ഈ കരിയറിൽ അച്ഛൻ്റെ അപ്രൂവൽ കിട്ടണമെങ്കിൽ ഞാൻ ഇതിൽ സക്സസ് ആയേ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി ഇന്നു മുതൽ കൂടുതൽ നന്നായി ഞാൻ പരിശ്രമിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഡിസൈൻ കോമ്പറ്റീഷനിൽ ജയിക്കുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു റെഗുലർ എംപ്ലോയി ആവും. റെഗുലർ എംപ്ലോയി ആയി കഴിയുമ്പോൾ എനിക്ക് ശമ്പളം കൂടുതൽ കിട്ടും, കൂടുതൽ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും, അങ്ങനെ എനിക്ക് ഫീൽഡിൽ ഉറച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവൾ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഇത് നീ ഇപ്പോൾ കണ്ട സൊല്യൂഷനാണെന്ന് തോന്നുന്നില്ല, ബോസായിട്ടുള്ള എന്നെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറയുകയാണെന്നാണ് തോന്നുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാമെന്ന് ഹൂഷു ചിരിച്ചുകൊണ്ട് പറയുന്നു. എന്തായാലും അവളുടെ മൂഡ് ഓഫ് ഒക്കെ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ അവനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പോയിട്ട് തിരികെ വന്നിട്ട് എനിക്ക് അടുത്തത് വരയ്ക്കാനുള്ളതാണെന്നുള്ള ആവേശത്തോടെയാണ് അവൾ പോയത്. എന്തായാലും അവളുടെ ഈ എനർജിയൊക്കെ കൊണ്ട് തന്നെ അവർക്ക് അവൻ്റെ കൈ വയ്യാതിരുന്നിട്ട് പോലും ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ഡ്രാഫ്റ്റൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കാൻ പറ്റുന്നു. അടുത്ത ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ ഷോയുവാൻ അതിനെപ്പറ്റി ഷീവിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അടുത്തിരിപ്പുണ്ടായിരുന്ന ഹൂഷു ആ സമയത്ത് അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്നു. അവനും അവളുടെ മിടുക്കാണിതെന്ന രീതിയിൽ അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. സാവോയുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആയതുകൊണ്ട് അവൾ നല്ല ഹാപ്പിയാണ്. ഷിയു ഇല്ലാത്ത സമയത്ത് ഗെയിമിൽ ജനറൽ ഷിൻ്റെ റോൾ ചെയ്യുന്ന ആ പയ്യൻ അവളുടെ ഷോപ്പിൽ വന്നിട്ട് അവളോട് ഈ പ്രശ്നത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നല്ലോ. ഗോങ് ഇടപെട്ടത് കൂടിയാണല്ലോ സാവോയ്ക്ക് ഇത്ര പെട്ടെന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയത്. അതിനെപ്പറ്റിയും അവർ തമ്മിൽ പറയുന്നുണ്ട്. വാങ്ങിനോട് അവൾ ഇതിനെപ്പറ്റി പറഞ്ഞു എന്ന് അവൻ ചോദിക്കുന്നു. പക്ഷേ വാങ്ങിനോട് സാവോ ഇതുവരെ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിരുന്നില്ല. അതിനുള്ള ചാൻസ് കിട്ടിയില്ല എന്ന് വേണം പറയാൻ. നീയായിട്ട് അവനോട് ഇതിനെക്കുറിച്ച് പറയണ്ട എന്ന് സാവോ അവനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വാങ് അങ്ങോട്ടേക്ക് വന്നത്. തന്നോട് എന്തോ ഒളിപ്പിക്കാൻ സാവോ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്താണോ എന്ന് വാങ് അടുത്തേന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വില കൂടിയൊരു കോഫി അവന് നൽകിയതിനെ പറ്റിയാണ് പറയേണ്ടതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് അവൾ കള്ളം പറയുന്നു. ശരിക്കുള്ള പ്രശ്നം അവനോട് പറയുന്നത് പോലുമില്ല. ജനറൽ ഷിന്നിൻ്റെ റോൾ ചെയ്യുന്ന പയ്യൻ്റെ പേര് ലിയ എന്നാണ്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ലിയ നല്ല സുന്ദരനായതുകൊണ്ടാണോ നീ അവന് വില കൂടിയ കോഫിയൊക്കെ നൽകിയതെന്ന് വാങ് തമാശയായി ചോദിക്കുന്നു. അവൻ ആക്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ലേ എന്ന് പറഞ്ഞ് അവൾ അതിനെ തള്ളി കളയുന്നുമുണ്ട്. വാങ് കുറേ ദിവസത്തെ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് തിരികെ വന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവൾക്ക് ഗിഫ്റ്റായിട്ട് അവൻ പോയ സ്ഥലത്തെ ഒരു സ്പെഷ്യൽ ഷോപ്പിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഡെസേർട്ട് വാങ്ങുന്നതിന് വേണ്ടി കുറേ സമയം അവന് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് അവളത് കഴിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, കോൺഫറൻസിനിടയ്ക്ക് എനിക്ക് കുറച്ച് സമയം പോകാൻ പറ്റിയിരുന്നു എന്ന് അവൻ പറയുന്നു. അതുപോലെ തന്നെ ഈ വീക്കെൻഡിൽ കോളേജ് ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നുണ്ട്, അതിന് പോകാൻ വേണ്ടി അവൾ കൂടി വരണമെന്നുള്ള കാര്യവും അവൻ അവളോട് പറയുന്നു. സാവോ അത് സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അവന് ഓഫീസിൽ നിന്ന് മെസ്സേജ് വരുന്നു. അത് ഗെറ്റ് ടുഗദറിൻ്റെ കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പോൾ തന്നെ തിരികെ പോകുന്നുണ്ട്. ഷിയോ അന്ന് അവൻ്റെ ഒരു പഴയ ഫ്രണ്ടുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് വിദേശത്ത് എവിടെ പോയിട്ട് തിരികെ വന്നിരിക്കുകയാണ്. വിദേശത്ത് പോകുന്ന കൂട്ടത്തിൽ ആരെയെ പറ്റിയോ അന്വേഷിക്കാനൊക്കെ ഷിയോ അയാളോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞേൽപ്പിച്ച ആളിനെ പറ്റി വിവരം കിട്ടി. പക്ഷേ അയാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അയാളുടെ മകളുമായിട്ടാണ് സംസാരിക്കാൻ സാധിച്ചത് എന്നൊക്കെ ആ ഫ്രണ്ട് അവനെ അറിയിക്കുന്നു. ശിവന്റെ അച്ഛൻ്റെ മരണത്തിനിടയാക്കിയ ആ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരാളെ പറ്റിയാണ് അന്വേഷിക്കാൻ അവൻ പറഞ്ഞത്. അന്ന് അവൻ്റെ അച്ഛന് സ്റ്റീലൊക്കെ സപ്ലൈ ചെയ്തിരുന്ന ആ കമ്പനിയുടെ ഡയറക്ടറാണ് അയാൾ. അന്ന് സ്റ്റീലിൻ്റെ വിലക്കുറവ് കൊണ്ടാണ് ആ ബിൽഡിംഗ് തകർന്നു വീണത് എന്നാണ് ശിവന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവൻ്റെ അച്ഛൻ എന്തായാലും അത്ര ബലം കുറഞ്ഞ സ്റ്റീൽ ഉപയോഗിക്കാൻ സമ്മതിക്കുകയില്ല. ആ ഡീലിൽ ഒപ്പുവെച്ചത് മറ്റാരോ ആണ് എന്നുള്ള സംശയം അവന് ആദ്യമേ മുതലേ ഉണ്ടായിരുന്നു. കുറച്ച് മുതിർന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഷിയു എന്ന ആളിനോട് അവൻ ഇതിനെപ്പറ്റി സംശയം പറഞ്ഞിരുന്നതുമാണ്. അദ്ദേഹവും അവൻ്റെ അച്ഛന് തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ള കൂട്ടത്തിലല്ലായിരുന്നു. അവൻ്റെ അച്ഛൻ നിരപരാധിയാണ് എന്ന് തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ സംഭവം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് അതിന് തെളിവൊന്നും ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അന്നത്തെ ആ ഇൻസിഡൻറ്റുമായി കണക്ട് ചെയ്ത ആരെങ്കിലും കണ്ടുപിടിക്കാൻ മാത്രമേ വഴിയുള്ളൂ എന്ന് അങ്കിൾ അവനോട് പറഞ്ഞിരുന്നു. തൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ചെറിയ വഴിയെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഷിയു അന്ന് മുതൽ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ പറ്റിയും അന്വേഷിച്ച് പോയത്. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്ത ആരെങ്കിലും കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വല്ല സാധ്യതയും ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കാൻ അവൻ ആ ഫ്രണ്ടിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഒരു ബാറിലിരുന്നുകൊണ്ടാണ് അവൻ ഈ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഹൂഷോ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. ബാറിലാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയിരിക്കുന്ന സമയത്ത് മദ്യപിക്കുന്നത് ഒട്ടും നല്ലതല്ല. മുമ്പ് എനിക്കറിയാവുന്ന ഒരാൾ ഇതേപോലെ ഒരു കണ്ടീഷനിൽ മദ്യപിച്ചിട്ട് അയാളുടെ കണ്ടീഷൻ കുറച്ചുകൂടി മോശമായി. അതുകൊണ്ട് കുടിക്കരുത്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. ശിവന് ഇതൊക്കെ കേട്ടപ്പോൾ അവൾ തൻ്റെ കാര്യത്തിൽ നന്നായി കെയർ ചെയ്യുന്നത് പോലെയാണ് തോന്നിയത്. കാരണം അമ്മ ഉണ്ടെങ്കിലും അവനിപ്പോൾ അങ്ങനെയുള്ള കെയറിംഗ് ഒന്നും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് തിരികെ വെക്കുന്നുണ്ട്. ഫ്രണ്ട് നിർബന്ധിച്ചിട്ടും പിന്നെ കുടിക്കാൻ തയ്യാറാവുന്നില്ല.